അസ്സലാമലൈക്കും. VK Bro CKD യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പട്ടാമ്പിയിലൊരു ഭക്ഷ്യമേള ഉണ്ട്. ഭക്ഷ്യമേള കാണാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഭക്ഷ്യമേള പറഞ്ഞാൽ കാണാൻ മാത്രമല്ല കേട്ടോ, തിന്നാൻ മാത്രമേ ഉള്ളത്. അപ്പോൾ ഭക്ഷ്യമേള കാണും ചെയ്യുക, തിന്നും ചെയ്യാച്ചിട്ട് ഞങ്ങളൊക്കെ കൂടെ പട്ടാമ്പിക്ക് വന്നിട്ടുണ്ട്. നമുക്ക് ഭക്ഷ്യമേളയുടെ വിശേഷം കാണാം. ഓക്കെ, ഒമ്പത് 2/2025 പട്ടാമ്പി നേർച്ച. പട്ടാമ്പി നേർച്ചയുടെ 2 ദിവസം മുന്നെയാണ് ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ ചെയ്യണം. അപ്പോൾ പട്ടാമ്പി നേർച്ച സംബന്ധമായിട്ടാണ് ഇതിവിടെ ഇങ്ങനെ ഈ ഭക്ഷ്യമേള, കുടുംബശ്രീ നടത്തുന്ന ഭക്ഷ്യമേള ഉള്ളത്. അപ്പോൾ ഭക്ഷ്യമേളയുടെ വിവരങ്ങളും ഭക്ഷണങ്ങളുമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഒരുപാട് ഫെസ്റ്റിവലുകൾ പോകുന്നുണ്ടെങ്കിലും കുടുംബശ്രീയുടെ ഒരു ഫെസ്റ്റിവൽ ഈ സീസണിൽ ആദ്യമായിട്ടാണ് കുടുംബശ്രീയുടെ ഒരു ഫെസ്റ്റിവൽ നമ്മൾ പങ്കെടുക്കുന്നത്. അതിന് മുൻകൈ എടുത്ത് നമ്മുടെ ബഹുമാനപ്പെട്ട MLA സാറ്, അതേപോലെ തന്നെ ലക്ഷ്മിക്കുട്ടി സാറ്, അതേപോലെ തന്നെ നമ്മുടെ TP ഷാജി സാറ്, അങ്ങനെ ഒരുപാട് പേരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓടി നടക്കുന്നത്. അപ്പൊ ഇതാണ് വനസുന്ദരി. ഈ ഫുഡിന്റെ പേര് വനസുന്ദരി എന്നാട്ടോ. ഇത് ചിക്കനെ ചുട്ടെടുത്ത് അത് പിന്നെ അടുപ്പത്ത് വേവിച്ച് അതിൽ കൂടെ റൈസ് കൊടുത്ത് മിക്സ് ചെയ്തിട്ടൊക്കെ പാടുണ്ടാക്കും. ഇതിന്റെ പേര് വനസുന്ദരി എന്നാണ് ഇതിന്റെ പേര്. പാട്ടുകളും ഒക്കെ ആയിട്ട് നമുക്ക് ഒന്നുകൂടെ മനോഹരമായ ഒരു മലയാള മൂവിയിലേക്ക് ഒരു ഗാനം സമ്മാനിക്കുന്നതിന് വേണ്ടിയിട്ട് വളരെ ഫേമസ് ആയ ഒരു സിംഗർ വരികയാണ്. എക്കിമേനെ പോലെ തന്നെ മീഡിയ 1 14 ിലൂടെ മെഗാ ഷോകളിലൂടെ കേരളത്തിൽ അകത്തും പുറത്തുമായി പ്രത്യേകിച്ച് ഗൾഫ് നാടുകളിൽ എന്താ പറയാ, ഇവിടെ കോമ്പുണ്ടോ? അല്ലേ, അടിപൊളിയാ. ഞാൻ ടോക്കൺ എടുക്കണ്ടേ? അപ്പൊ നമ്മളെല്ലാം ഫുഡിന്റെ കൂടെ ഗാനമേളയും കൂടി വീക്ഷിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഗാനമേളയില് അതാ അടുത്ത പാട്ടുമായി നമ്മുടെ പ്രിയ ഗായിക, പേരറിയില്ല, എന്തായാലും നന്നായിട്ട് പാടുന്നുണ്ട്. സൂപ്പറാണ്, നല്ല വോയിസാണ്, കാണാനും വലിയ കുഴപ്പമില്ല, എല്ലാം കൊണ്ടും അടിപൊളിയാണ്. അപ്പം ഞങ്ങൾ ഫാമിലി അടക്കം പാട്ടും വീക്ഷിക്കുന്നുണ്ട്, ഫുഡും എത്തിയില്ലെന്നും നോക്കുന്നുണ്ട്. ഫുഡിന് ക്യൂ നോക്കൽ തുടങ്ങിയിട്ട് കുറച്ച് നേരമായി. പാട്ട് കേട്ടപ്പോൾ പിന്നെ കുഴപ്പമില്ല, ഫുഡ് കുറച്ച് വൈകിയാലും കുഴപ്പമില്ല എന്നൊരു അഭിപ്രായം വന്നു. ഗാനമേള ആണെങ്കിലും പാട്ട് സൂപ്പറായി, നല്ല ക്ലാരിറ്റിയാണ്, നല്ല സൗണ്ട്. പാട്ടിൻ്റെ കൂടെ ഫുഡിൻ്റെ അങ്ങനെ നോക്കുകയാണ് ഞങ്ങൾ. എപ്പോൾ എത്തും ഫുഡ് ഇതാ എത്തിക്കഴിഞ്ഞു, ബിരിയാണി എത്തി. ഓടിച്ചിട്ട് വരൂ, നിങ്ങൾക്ക് എന്തൊക്കെയാ മേടിച്ചെടുത്തോളി. ഇനി എന്താ ഉണ്ട് പൂന്തിന് 4 സ്പൂൺ 4 ഭാഗത്തും വന്നു. അപ്പോൾ അതാണ് തീരുമാനമായി. അപ്പോൾ അത് അടുത്ത പാട്ട് ഗാനമേള, വീണ്ടും പാട്ട്. ഇത് കുടുംബശ്രീ നടത്തുന്ന ഒരു ഭക്ഷ്യമേള, ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലുള്ളതാണ്. അപ്പോൾ നമ്മൾ ആ ഗാനമേളയുടെ പാട്ടും പിന്നെ അതിൻ്റെ കൂടെ കുട്ടികൾ നന്നായിട്ട് ഭംഗിയായിട്ട് അടിപൊളിയായിട്ട് കുട്ടികൾ ഡാൻസ് കളിക്കുന്നുണ്ട്. ആ ഡാൻസ് കണ്ടിട്ട് നമ്മൾ ഈ വീഡിയോ ഇടുന്നത്. പാട്ട് ഫുള്ളായിട്ട് കാണാൻ പറ്റില്ല, കാരണം പാട്ട് ഫുള്ളായിട്ട് ഇട്ട് കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് കിട്ടും. അതാണ് അങ്ങനെ ആ വീഡിയോയിൽ പിന്നെ കുട്ടികളുടെ വീഡിയോ ഇട്ടത്. അപ്പോൾ
കാണാനില്ല, എവിടെയൊന്നാവോ. അടുത്ത് ബിരിയാണിക്ക് പോയിക്കണം, ഓരോന്നിനും ഓരോ ക്യൂ നിൽക്കണം. അങ്ങനെ നമ്മൾ കാത്തിരുന്ന ബിരിയാണി കിട്ടി. ബിരിയാണി വന്നു, 4 സ്പൂണും വന്നു. അതിന് ശേഷം ബാക്കി പൊറാട്ടയും ബീഫും മതി പറഞ്ഞു. അപ്പം അങ്ങനെ പൊറാട്ടക്കും ബീഫിനും മുട്ടിക്കാണ്. അപ്പോൾ ഐഷാക്കുള്ള ഫുഡ് എത്തി, ഉമ്മാക്കുള്ള ഫുഡ് എത്തുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ പാട്ട് കൂടി അവിടെ നടത്തുന്നു. അങ്ങനെ ഇപ്പാക്കുള്ള ബീഫും പാടി ഓരോ ഒക്കെ നമ്മൾ അതിനോട്ട് പോയി കൊണ്ടിരുന്നത്. അങ്ങനെ കൊടുന്നു. അതിന് ശേഷം ശർക്കര കൊണ്ട് ഉണ്ടാക്കണ ഒരു മരുന്നാണ്. എന്താ പേരെന്താണ് ഇപ്പം, എന്തൊരു പേര് പറയേണ്ടത് ഇതിൻ്റെ. ഇതാണ് വിവിധ തരം അച്ചാറുകൾ. അച്ചാറുണ്ട്, വിവിധ തരം സർബത്തുകളുണ്ട്, ബീഫ് അച്ചാറൊക്കെ ഉണ്ട്, ബീഫ് പിക്കിൾസ് അടിപൊളിയാണ്. അത് 250 ഗ്രാമിന് 500. ഞാനത് അനു കാത്തിരുന്ന ഫുഡ് എത്തിയാലുണ്ട്. അപ്പോൾ ഈ പാട്ടില് കുട്ടികളുടെ ഡാൻസ് ശ്രദ്ധിച്ചു വെച്ചിട്ടോ. കുട്ടികൾ എന്ത് ഭംഗിയായിട്ടാണ് ഡാൻസ് കളിക്കുന്നത്. അതായത് അത് ആ പാട്ടിനൊത്തു തന്നെ പോലെ സ്റ്റെപ്പും, ആ ഒരു ബ്ലൂ കളറ് പിന്നെ ഷോളിട്ട കുട്ടി എന്ത് ഭംഗിയായിട്ടാണ് കളിക്കുന്നത്. അതിൻ്റെ ആ ഡാൻസ് കണ്ടിട്ടാണ് ഞാൻ ഈ വീഡിയോ മുഴുവനായിട്ട് എടുത്തത്. പാട്ട് മാത്രം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കോപ്പിറൈറ്റ് കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഡാൻസ് മാത്രം എടുത്തത്, പാട്ടല്ല എടുത്തത്. ഈ കുട്ടിയുടെ ഡാൻസ് എടുത്തത്. ആ കുട്ടിയുടെ ഓരോ സ്റ്റെപ്പുകളും അതിനനുസരിച്ചിട്ട് വരുന്നുണ്ട്. അതിനനുസരിച്ചിട്ട് ആ കുട്ടിയുടെ കൂടെ കളിക്കാനും കൂടുന്നുണ്ട്. അതുകൊണ്ട് ആ ഡാൻസ് മൊത്തത്തിൽ കളറായി. അതുകൊണ്ട് ഞാനാണ് ഈ ഡാൻസ് മുഴുവനായിട്ട് ഇതിലിടുകയാണ്. നമ്മൾ ഈ ഫുഡ് തിന്നുന്ന ഇടയിലാണ് ഞാനിങ്ങനെ ഡാൻസ്, എല്ലാവരും ആ ഡാൻസിനൊക്കെ ശ്രദ്ധിക്കൽ തുടങ്ങി. അപ്പോഴാണ് മനസ്സിലായത് ആ കുട്ടി ഒരു കഴിവുള്ളൊരു കുട്ടിയാണെന്ന് മനസ്സിലായത്. ഓരോ സ്റ്റെപ്പുകളും ആ കുട്ടി അപ്പളക്കപ്പള ഒരു സ്റ്റെപ്പ് പാട്ടിനനുസരിച്ചുള്ള ഓരോ സ്റ്റെപ്പുകൾ കൊണ്ടുവരുമ്പോൾ അതിൻ്റെ ഭംഗി അടിപൊളിയായി. വളരെ വേദിഞ്ഞ് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കും. അടിപൊളിയുണ്ടാവും എന്താ സ്റ്റെപ്പ് കിട്ടണം. ആ പാട്ടുകാരടക്കം ആ കുട്ട സ്റ്റെപ്പിലാണ് മുഴുകിപ്പോയി. നന്നായിട്ട് ഭംഗിയായിട്ട് കളിച്ചു. അങ്ങനെ നമ്മളത് അടുത്ത സ്റ്റെപ്പിൽ അച്ചാറുണ്ട്. ഈ അച്ചാറിൻ്റെ കൂടെ തന്നെ നമ്മളെ പൈനാപ്പിൾ, അങ്ങനെ എല്ലാവർക്കും പൈനാപ്പിൾ വേണം പറഞ്ഞാൽ ഞങ്ങൾ പൈനാപ്പിൾ വാങ്ങിക്കാനൊക്കെ ഈ തരം അച്ചാറുകളുണ്ട്. അപ്പോൾ അച്ചാറിന് ഒന്ന് ടേസ്റ്റ് തന്നിട്ടോ, ബീഫ് പിക്കിൾസിനൊരു ടേസ്റ്റ് തന്നു. അടിപൊളി അച്ചാർ, പൈനാപ്പിൾ ഒക്കെ അടിപൊളിയാണ്. അപ്പോൾ ഞങ്ങളെല്ലാം വാങ്ങിച്ച് കഴിക്കാം. 200 ലാസ്റ്റാ. നിങ്ങളിവിടെ ഐഷ വേണോ? ആണോ ഐഷ? ഒന്നെടുത്തോ, ആണെടുത്തോ, ആണെടുത്തോ. അപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ. യോ